12ാം നൂറ്റാണ്ടോടുകൂടി, അതായത് നൂറ്റാണ്ട് യുദ്ധത്തിന് ശേഷം ക്ഷേത്രം വക സ്വത്തുക്കളെല്ലാം തന്നെ ഊരാളന്മാരുടെ അധീനതയിൽ കീഴിലായി. യുദ്ധത്തിൻ്റെ ലഹളയിൽ ക്ഷേത്ര സ്വത്തുക്കളുടെ രേഖകൾ മിക്കതും നശിക്കപ്പെട്ടിരുന്നു. ഇതിൽ ക്ഷേത്രം അധികാരികളായ ഊരാളന്മാർ ക്ഷേത്ര സ്വത്തുക്കൾ തട്ടിക്കൊടുക്കുക എന്നൊരു ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ട് മനഃപൂർവ്വം ക്ഷേത്രം രേഖകൾ നശിപ്പിക്കപ്പെടുകയായിരുന്നു. കൂടാതെ ഒരു നിശ്ചിത കാലാവധി, അതായത് 12 വർഷം കൂടുമ്പോൾ കാരാണ്മ രേഖ, അതായത് ക്ഷേത്രം വക സ്വത്തുക്കൾ പാട്ടത്തിന് കൊടുത്തതിൻ്റെ രേഖകൾ പൊളിച്ചെഴുത്ത് നടത്തണമെന്ന്, അതായത് പുതുക്കി എഴുതണമെന്ന് ഊരാളന്മാരുടെ സമിതി നിർബന്ധം പിടിച്ചിരുന്നു. ഇത്തരത്തിൽ പൊളിച്ചെഴുത്ത് നടത്തുമ്പോൾ അതിൽ രേഖയിൽ തുല്യം ചാർത്താനുള്ള ഒപ്പുസൂചിയും കാരാളർ തന്നെ നൽകണമായിരുന്നു. ഇങ്ങനെ പൊളിച്ചെഴുത്ത് നടത്തുന്ന രേഖകളിൽ ഊരാളന്മാർ കൃത്രിമം കാണിച്ചു. ആദ്യം ദേവസമാന ബ്രഹ്മസം എന്നതിൽ നിന്ന് അടുത്ത പൊളിച്ചെഴുതുമ്പോൾ ആദ്യ ഭാഗം വിട്ട് ബ്രഹ്മസം എന്നു മാത്രമാക്കി മാറ്റി. അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവരുടെ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അബ്രാഹ്മണരായ ജനങ്ങൾ, അതായത് ബ്രാഹ്മണരല്ലാത്തവരായ ജനങ്ങൾ ദേവനായി നൽകിയ പലതും ബ്രാഹ്മണരുടേതായി മാറി. താമസിയാതെ തന്നെ ക്ഷേത്രത്തിലെ വമ്പിച്ച സ്വത്തുക്കൾ പലർ കൂടി ഭരിക്കുന്നത് കാര്യക്ഷമമല്ല എന്നൊരു കാരണവും പറഞ്ഞ് ഊരാള സമിതിയിലെ അംഗങ്ങൾ ആളോഹരിയായിട്ട് വീതം വെച്ച് ഭരിക്കാനും തുടങ്ങി. ഒരാൾ തന്നെ പല ക്ഷേത്രങ്ങളുടെയും ഊരാള സമിതിയിലെ അംഗമായിരിക്കും അക്കാലത്ത് പതിവായിരുന്നു. അങ്ങനെ ക്ഷേത്രാവശ്യങ്ങൾക്കായി നൽകിയ സ്വത്തുക്കൾ, ഭൂമിയായും മറ്റു വസ്തുക്കളായും ഒക്കെ നൽകിയ സ്വത്തുക്കളെല്ലാം തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ബ്രാഹ്മണരുടേതായി മാറി. ഇങ്ങനെയാണ് ബ്രാഹ്മണർ വമ്പിച്ച ഭൂസ്വത്തിന് ഉടമകളായി തീർന്നത്. ക്രമേണ അത് ജന്മിത്വത്തിന് വഴിമാറുകയും ചെയ്തു.